അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വളരെ അത്ഭുതകരമായിട്ട് ഞാനപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ചയും ധ്യാനം കൂടാൻ തുടങ്ങി, ഉപവാസം എടുക്കാൻ തുടങ്ങി. ബൈബിള് ഇത് ഒന്നും ഞാൻ വായിക്കില്ലായിരുന്നു കേട്ടോ. ആദ്യത്തെ കുറച്ച് ദിവസം എനിക്ക് അറിയില്ലായിരുന്നു. ബൈബിള് വായിക്കാൻ തുടങ്ങി. എനിക്ക് വളരെ അത്ഭുതകരമായി 2 പബ്ലിക്കേഷൻ ശരിയാവുകയാണ്. അതായത് UGC കാലസ് ഗ്രൂപ്പ് 1 2 പബ്ലിക്കേഷൻ അക്സെപ്റ്റൻസ് കിട്ടുകയാണ് നവംബർ 3-ാം തീയതിക്ക് മുന്നേ തന്നെ. അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കിട്ടില്ല അങ്ങനെ. നിങ്ങൾ പബ്ലിക്കേഷൻ ചെയ്യുന്ന വല്ലവരും ഇത് കാണുകയാണെങ്കിൽ അറിയാം, കിട്ടില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ ആണ്. അങ്ങനെ നവംബർ 3-ാം തീയതി ഞാനിവിടെ വരികയാണ്. ഞാൻ വന്നത് ബസ്സിനാണ് കേട്ടോ. ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ബസ്സിന് കയറുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ആരും എന്നെ കൊണ്ടുവരാനുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ 3-ാം തീയതി പോകും, എനിക്ക് ഇവിടെ വരാതെ പറ്റില്ല, എനിക്ക് ഉടമ്പടി പുതുക്കണം. അങ്ങനെ നവംബർ 3-ാം തീയതി ഞാൻ KSRTC ഒരുപാട് വർഷം മുന്നെയാണ്. ഞാൻ പുറത്തായതുകൊണ്ട് എനിക്ക് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒത്തിരി കയറിയിട്ടുണ്ടെങ്കിലും പിന്നെ ഞാൻ പുറത്തായതുകൊണ്ട് കയറേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം ഞാൻ KSRTC സ്വിഫ്റ്റ് ബസ്സിൽ ഇവിടെ വന്നു. എനിക്ക് പേടിയായിരുന്നു ഇനി മാറിപ്പോയാൽ എന്ത് ചെയ്യുന്നൊക്കെ. എന്നാലും കുഴപ്പമില്ല, ഐ വോണ്ട് ടു കം സംഭവം. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങി, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു.